തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നാം കടക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1995 മുതൽ പ്രൗഢഗംഭീരമായ കോർപ്പറേഷൻ്റെ മേയറായിട്ട് വരുന്നത് ശിവൻകുട്ടിയാണ്. ആ കാലങ്ങളിൽ ശിവൻകുട്ടി മേയറും അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ട് പിന്നീട് കഴക്കൂട്ടത്തിൻ്റെ MLA ആയ MA വാഹിദ് കഴക്കൂട്ടത്ത് നിന്ന് പാളയത്ത് നിന്ന് മത്സരിച്ച് കൗൺസിലറാവുകയും അതേ കൗൺസിലുണ്ടായിരുന്ന A സമ്പത്ത് പിന്നീട് MP ആവുക വരെ ചെയ്ത ഒരു കൗൺസിലായിരുന്നു 1995-2000 കാലയളവിൽ. അതിൽ പിന്നീട് ശിവൻകുട്ടി MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി. അത് കഴിഞ്ഞിട്ട് 2000 വളരെ കലുഷിതമായ ഒരു കൗൺസിലായിരുന്നു അത്. ഒരുപാട് കാലഘട്ടങ്ങളിൽ പാലോട് രവിയുടെ UDFൻ്റെ വളരെ കടന്നാക്രമണം LDF അന്ന് സഹിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് 2000 മുതൽ 2005 വരെ കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആദ്യ പ്രഥമ വനിതാ മേയറായിട്ട് J. ചന്ദ്ര തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് 2005 CITU നേതാവും CITUയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, മുൻ സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറി അംഗവുമായ ശ്രീ ജയൻ ബാബു, അദ്ദേഹം പിന്നീട് മേയറായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി മേയറായത് അന്ന് CPIയുടെ ഇന്നത്തെ മന്ത്രി കൂടിയായ GR അനിലാണ്. അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായ നെടുമങ്ങാട് നിന്നുള്ള MLA കൂടിയായ GR അനിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ 2010 വളരെ നല്ല ഏറ്റവും നല്ല ഫൈറ്റ് കാണുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് UDF LDF തമ്മിലുള്ള വളരെ നല്ല ഫൈറ്റ് നടക്കുകയും ആ ഫൈറ്റിൽ UDFൻ്റെ 40-42 സീറ്റ് വരെ കിട്ടിയിരുന്നു. അന്ന് മേയറും ഡെപ്യൂട്ടി മേയറുമായിട്ട് വരുന്നത് K. ചന്ദ്രിക മേയറായിട്ട് CPMൽ നിന്ന്, CPIയുടെ ഹാപ്പി കുമാർ ഡെപ്യൂട്ടി മേയറുമായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2015 നാം കടക്കുമ്പോൾ ചന്ദ്രികയും ഒഴിഞ്ഞതിന് ശേഷം അന്ന് ഏറ്റവും നല്ല ഫൈറ്റ് നടക്കുകയും അത് ത്രികോണ മത്സരം നടക്കുകയും BJP പ്രതീക്ഷിതമായ 2ാം സ്ഥാനത്തേക്ക് 35 സീറ്റുകൾ നേടുകയും CPM 43 സീറ്റിലേക്കും UDF 22 സീറ്റിലേക്കും കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് VK പ്രശാന്തിനെ മേയറാക്കുന്നു. മുതിർന്ന നേതാക്കളെല്ലാവരും തോറ്റുമാറിയപ്പോൾ അവസാനം VK പ്രശാന്ത് മേയറായി വന്നു. ഒരു കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആയതിനെ തുടർന്ന് K. ശ്രീകുമാർ വീണ്ടും മേയറായിട്ട് വരികയുണ്ടായി. അങ്ങനെ 2020 നടന്ന അടുത്ത ഇലക്ഷനിൽ വീറും വാശിയോട് നടന്ന ഇലക്ഷനിൽ വീണ്ടും CPM 31 സീറ്റുകൾ നേടി വരികയും ആര്യ രാജേന്ദ്രൻ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ പോലെ അത്ര കഴിവുള്ള ഒരു പ്രഗത്ഭയായ 21 വയസ്സുള്ള ചെറുപ്പക്കാരിയെ അന്ന് മേയറാക്കുവാൻ CPM തീരുമാനിച്ചു. അവരായിരുന്നു മേയർ. ഇനി അങ്ങോട്ട് അടുത്ത ഇലക്ഷനിലേക്ക് നാം കടക്കുകയാണ്.